സോ ഈ ഒരു ട്രേഡാണ് കറന്റ് നമ്മൾ ഇന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെബിയുടെ കുറച്ച് റൂൾസ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അനാലിസിസ് വീഡിയോ കാര്യങ്ങളൊന്നും കറന്റ് ചെയ്യുന്നില്ല. സോ ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ വീഡിയോസ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ട്രേഡുകൾ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർലി കമ്മ്യൂണിറ്റിയിൽ പറയുന്ന പ്ലാൻസുകളെ ബേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് ഉണ്ട്. സോ അവിടെ എടുക്കുന്ന എൻട്രി കൺഫർമേഷൻസ് എന്തൊക്കെയാണ്, ക്രൈറ്റീരിയാസ് എന്താണ് എന്നുള്ള കാര്യം, അതുപോലെ ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയുള്ള ട്രേഡ്സിൽ പറയുന്നത്. വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി തന്നെയാണ് പറഞ്ഞുതരാം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻ ബൈങ്ങിൽ പ്രീമിയം സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം എങ്ങനെയാണ് ഞാൻ പേഴ്സണലി എൻ്റെ പ്രീമിയം സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതും ഇപ്പം സ്കാൽപ്പ് ചെയ്യാൻ പറ്റും അല്ലേ, ഇൻട്രാഡേ ചെയ്യാൻ പറ്റും, പേഴ്സണൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എല്ലാ ട്രേഡ്സിലേക്കും നിങ്ങൾ എങ്ങനെയാണ് സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത്? അപ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്, നിഫ്റ്റി പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് തന്നു, പക്ഷേ എൻ്റെ പ്രീമിയത്തിൽ എനിക്ക് മൊമെൻറ്റം കിട്ടിയില്ല എന്നുള്ളത്. അത് ആ പ്രീമിയത്തിന് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട രീതിയുണ്ട്. നിങ്ങൾ എടുക്കുന്ന ട്രേഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രീമിയംസ് സെലക്ട് ചെയ്യുക. അപ്പം മൊമെൻറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു 50 പോയിന്റ്സിനുള്ളിലാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് ആണെങ്കിൽ അവിടെ നിങ്ങൾ നല്ല മൊമെൻറ്റം ഉള്ള പ്രീമിയം നിങ്ങൾ സെലക്ട് ചെയ്യണം. സോ അതൊക്കെ എന്താണെന്നുള്ളതും അതുപോലെ നമ്മളിപ്പോൾ ഒരു 1:4 റിസ്ക് റിവാർഡ് വന്നിട്ടുള്ള ഒരു ട്രേഡാണ് നമ്മളിവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യണേ. അപ്പോൾ ആ ട്രേഡിലേക്ക് ഉണ്ടായിട്ടുള്ള കൺഫർമേഷൻ, ഇതൊരു കൺഫർമേഷൻ ട്രേഡ് ആണോ, പേഴ്സണലി എൻ്റെ ഒരു റിസ്ക് എൻട്രി ആണോ, അതൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ തുടക്കം മുതൽ എന്തുകൊണ്ട് ട്രേഡ് എടുത്തു എന്നുള്ളത് മുതൽ ലൈവായിട്ട് നമ്മൾ ട്രേഡ് റണ്ണിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ മുഴുവൻ കാണാം. അതിനുശേഷം ഇതിൽ നിങ്ങളുടെ സെറ്റപ്പിലേക്ക് എന്താണ് എടുക്കാനുള്ളത്, നിങ്ങൾക്കിതിൽ ബെറ്റർ ആണ് നിങ്ങളുടെ സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നാൽ തോന്നുന്ന കാര്യം നിങ്ങളൊന്ന് ഇതിൽ നിന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സെറ്റപ്പിലേക്ക് ഇത് നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ ഇനി ഇതേപോലെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസിൽ നമ്മൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വീഡിയോസിലും നമ്മൾ ഓരോരോ ടോപ്പിക്കുകളായിട്ടും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ബാ. ഇതാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ള ടോട്ടൽ എൻട്രി. ഇത് സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ കറന്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ഇംബാലൻസ് കംപ്ലീറ്റ്ലി ടേക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള എൻട്രി മോഡലാണ്. സോ ടേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഇംബാലൻസ് കണ്ടോ. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എൻട്രി ആണ് നമ്മൾ കറന്റ് എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് 50 മിനിറ്റിൻ്റെ സിനാരിയോയിൽ മാർക്കറ്റ് കറന്റ് ഒരു അഗ്രസീവ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയം ലെവലിലേക്ക് മാത്രമാണ് ഈ ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്ത് നോക്കണേ. സോ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 150, ടോട്ടലി നമ്മൾ 300 ക്വാണ്ടിറ്റിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഓൾറെഡി ഇവിടെ നമ്മളൊരു 150 ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്തിട്ട് ബാക്കി 150 നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതാണ് കറന്റ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള റിസ്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ കറന്റ് എടുത്തിട്ടുള്ള റിസ്ക് പ്രകാരം നമുക്കൊരു 1:1 എന്നുള്ള സിനാരിയാണ് ഇപ്പോൾ കറന്റിൽ ഉള്ള സിറ്റുവേഷൻ. മനസ്സിലാവും. കാരണം നമ്മളൊരു 1% റിസ്ക് എടുത്തിട്ട് ഒരു 1% പ്രോഫിറ്റ് ആണ് ഇവിടെ കറന്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ ബാക്കിയും നമ്മൾ മാക്സിമം സ്കെയിൽ ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. കാരണം എങ്ങനെയാണ് ട്രെയിൽ ചെയ്യുക എന്നുള്ളത് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുള്ള ട്രെയിൽ ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ ബിലോ ട്രെയിൽ ചെയ്തിട്ടാണ് എക്സിറ്റ് ആയിട്ടുള്ളത് നമുക്ക്. അപ്പോൾ ഏകദേശം ടോട്ടലി RR പോയിട്ടുള്ളത് ഇവിടെയാണ്. 1:3.6 RR ആണ് പോയിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല, സ്റ്റോപ്പ് ലോസ് നമ്മളൊരു 50% പ്രോഫിറ്റ് 1:1 ബുക്ക് ചെയ്തിട്ട് ബാലൻസ് നമ്മൾ മാക്സിമം ടാർഗറ്റിലേക്ക് സ്കെയിൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ടാർഗറ്റിലേക്ക് നമ്മൾ ട്രെയിൽ ചെയ്ത് സ്കെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 1:2 ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യണത്. എഗെയിൻ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്വാണ്ടിറ്റിയിൽ 1:2 ഓൾറെഡി ഇവിടെ കിട്ടും. മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രെയിലിംഗ് മെത്തേഡ് എന്നുള്ളത് പേഴ്സണലി ഞാൻ ചെയ്യുന്ന മെത്തേഡ് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളൊരു 10:15 വരെയാണ് ഈ ഒരു ട്രേഡിൻ്റെ കണ്ടീഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ 10:15 ആയിട്ടും ഈ പറയുന്ന പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ഒരു നാരോ ഒരു ട്രെൻഡ് ലൈൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ എഗെയിൻ കുറേ ടൈമും കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഈ ട്രെൻഡ് ലൈൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് തന്നെ എഗെയിൻ വേണമെങ്കിൽ മാർക്കറ്റിന് മൂവ് ചെയ്യാം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി എന്തായാലും കറന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയുള്ള ഒരു മൊമെൻറ്റത്തിൽ മാർക്കറ്റ് ഈ പറയുന്ന ലോയിനെ ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ അടുത്തൊരു 10-15 ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളത് പയ്യെ ട്രെയിൽ ചെയ്യാനോ ഓൾറെഡി ബ്രേക്കിങ്ങിലേക്കാണ് ട്രെയിൽ ചെയ്യാനോ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം.
ഓൾറെഡി ഇത് ഒരു 1:5 ട്രേഡാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രീമിയത്തിലുള്ള ഒരു കണ്ടീഷൻ ഇപ്പം തന്നെ ഓൾറെഡി 1:3.6 അടുത്ത് പ്രീമിയം മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഹൈയും കൂടെ ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള RR നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ടോട്ടലി മാർക്കറ്റിൽ ഏകദേശം ഇപ്പോൾ ഒരു 82 പോയിന്റ്സിൻ്റെ മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് തന്നിട്ടുള്ളത്. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 200 പോയിന്റ്സിൻ്റെ മൊമെൻറ്റമാണ് കറൻ്റ്ലി നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, ഡെൽറ്റ വാല്യൂ ഉണ്ടാവുന്ന ഓരോ 50 പോയിന്റ്സിലായിരിക്കും ഈ പറയുന്ന നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഒരു 100 പോയിന്റ്സിലായിരിക്കും ഡെൽറ്റ വാല്യൂയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. സോ നല്ല രീതിയിലുള്ള ഡെൽറ്റ ജമ്പ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് എന്തായാലും ട്രെയിലിങ് കറൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രേഡ് ചെയ്യാം. സോ കറൻ്റ്ലി നമ്മൾ ഇവിടെയാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ ഏകദേശം ഒരു 10,000 പ്രോഫിറ്റിലാണ് ഇപ്പം കാണുന്നത്. മെയിൻലി ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മെത്തേഡ് അല്ല, പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് മെത്തേഡാണ്. സോ കറൻ്റ്ലി നമുക്ക് കിട്ടാനാണെങ്കിൽ ഏകദേശം 1:2 ഓൾറെഡി 1 നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഇവിടെ ഏകദേശം ഒരു 1:2.9 എന്നുള്ള ഒരു റിസ്ക് റിവാർഡാണ് മാത്രമാണ് കിട്ടുക. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ ടാർഗറ്റിലേക്ക് ഈ പറയുന്ന ട്രെയിലിംഗ് മെത്തേഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു റിട്ടേൺ എടുക്കാൻ പറ്റും. ഇതെപ്പോഴും നിങ്ങൾ എല്ലാ ട്രേഡ്സിലേക്കും നിങ്ങൾക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു സെല്ലിങ് മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ മാത്രമേ ഇതിന് യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അത് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഗെയിൻ മാർക്കറ്റിൽ നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ പുഷ് ചെയ്യുന്ന ക്യാൻഡിലിനാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഇത് വേണമെങ്കിൽ ഇംബാലൻസസ് ടേക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കറൻലി ട്രേഡ് ഒരു 1:3.4 എന്നുള്ള ഒരു RRലാണ് കറൻലി ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം പോയിട്ടുള്ളത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 1:2. അപ്പോൾ ആ ഒരു മൊമെൻറ്റത്തിൻ്റെ ഒരു ഡിഫറൻസ് ആണ് എപ്പോഴും ഈ പറയുന്ന പ്രീമിയം സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറൻലി ഇൻത്ത് മണി പ്രീമിയത്തിൽ എപ്പോഴും ട്രേഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കും. സോ ഇങ്ങനെയുള്ള പ്ലാൻസിലേക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള RR നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ പറയുന്ന OTMലേക്ക് പോകാതെ മാക്സിമം ഇൻത്ത് മണിയിൽ തന്നെ നിയർ ഇൻത്ത് മണിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ഓൾറെഡി ഒരു നല്ലൊരു മൊമെൻറ്റം കാണാം. നമുക്ക് ട്രെയിലിംഗ് ഈ പറയുന്ന പ്രൈസിലേക്ക് ഈ ഒരു പ്രൈസിലേക്ക് ഒന്ന് ട്രെയിൽ ചെയ്യാം. സോ ഇവിടെ ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് മെത്തേഡ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 1:3.7 എന്നുള്ള ഒരു RRലേക്കാണ് നമ്മളിപ്പോൾ ട്രെയിൽ ചെയ്തിട്ടുള്ളത്. എഗെയിൻ ഇവിടെ നിന്ന് ജമ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ ഈ ഒരു പ്രൈസിലേക്ക് ട്രെയിൽ ചെയ്യാവുന്നതാണ്. സോ കറൻറ്റ്ലി നമ്മൾ ഈ ഒരു പ്രൈസിലേക്ക് ട്രെയിൽ ചെയ്തിട്ടുണ്ട്. സോ 1:4 എന്നുള്ളൊരു RRലേക്കാണ് കറൻറ്റ്ലി നോക്കണം. ഏകദേശം 11,700 12,000 പ്രോഫിറ്റ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും പ്രോഫിറ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യരുത്. PNലേക്ക് മാക്സിമം നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പ്രോപ്പർലി ട്രെയിൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഈ 10,000 9,000 12,000 പ്രൈസ് അങ്ങനെ അവിടെ മാറുമ്പോൾ നിങ്ങൾ അയ്യോ അത്രത്തോളം 12,000 വരെ എൻ്റെ പ്രോഫിറ്റ് പോയതാണല്ലോ അങ്ങനെ ഒരു തോട്ട് വേണ്ട. നമ്മളെപ്പോഴും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മൈൻഡ് സെറ്റിലേക്ക് എപ്പോഴും മൈൻഡ് സെറ്റ് ചെയ്ത് നോക്കുക. ഒരു 1:2 ആവറേജ് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. സോ അതിനുശേഷം മാത്രം ഇങ്ങനെ ട്രെയിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. സെക്കൻഡ് പുതിയൊരു ഹൈ എടുത്തിട്ടുണ്ട്. ഇതാണ് ഹൈ എടുത്തിട്ടുള്ള ക്യാൻഡിൽ. സോ ഞാനവിടെ ട്രെയിൽ ചെയ്യാം. ഓക്കെ, ക്യാൻഡിൽ ബിലോ നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യാം. സോ മറക്കണ്ട, നമ്മുടെ 50 മിനിറ്റിൻ്റെ ഒരു കണ്ടീഷനിലുള്ള ഈ ഒരു ഇക്വിലിബ്രിയം, ഈ ഒരു ടോട്ടലി ഇൻഡയറക്ട്ലി ഈ ഒരു മൊമെൻറ്റം വളരെ ഇമ്പൾസീവ് തന്നെയാണ്. അതേപോലെ ഇന്നൊരു നല്ലൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഫില്ലിംഗ് സിറ്റുവേഷൻ, അത് ഞാൻ കംപ്ലീറ്റ്ലി പറയണില്ലെങ്കിലും ഈ പറയുന്ന കണ്ടീഷനിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ലോ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. എഗെയിൻ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ക്യാൻഡിൽ ലോ ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, കണ്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രെയിലിംഗ് ലോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. കാരണം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 1:4 എന്നുള്ളൊരു RR, അപ്പോൾ ഞാൻ 1% ആണ് ഇതിൽ റിസ്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. 1:4 എന്നുള്ളൊരു RR നമുക്ക് ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അറൗണ്ട് നമ്മൾ ടോട്ടലി എടുത്തിട്ടുള്ള ഏകദേശം 11,000 ആണ്. സോ ഇവിടെ നമുക്കൊരു 1:3.9 ആ ഒരു രീതിയിലുള്ള RR ആണ് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. സോ ഇതൊരു ട്രെയിലിംഗ് മെത്തേഡാണ്. ഞാനിതിൻ്റെ ട്രേഡ് എങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇവിടെ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും RRലേക്കൊന്നും ഒരിക്കലും സ്കെയിൽ ചെയ്യുന്ന ഒരാളല്ല. നമ്മൾ ഒരു 1:2 എന്നുള്ളൊരു RRലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അവിടെ ഒരു 80, നോർമലി ഇത് 80% ബുക്കിംഗ് ക്രൈറ്റീരിയ ആണ്. ഞാനത് 50 ബുക്ക് ചെയ്തു എന്ന് മാത്രം.
അങ്ങനെയൊക്കെ 80% ബുക്ക് ചെയ്ത് പ്രോപ്പർ ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞൊരു ഇൻട്രാഡേ സ്റ്റോക്സിലേക്കാണ് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുക. നമ്മുടെ ഓപ്ഷൻസിൽ നമുക്ക് ലോട്ട് സൈസ് ആയതുകൊണ്ട് അതിൽ കുറേ ലിമിറ്റേഷൻസും കുറേ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം, ഞാൻ എടുത്തിട്ടുള്ള പ്രീമിയം എന്ന് പറഞ്ഞാൽ ഏകദേശം 24,850 ആണ്. സോ ഇങ്ങനെയുള്ള മൊമെൻറ്റം നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറയുന്ന പ്രീമിയത്തിലേക്ക് തന്നെയാണ്. കാരണം അവിടെ നിങ്ങൾ OTM ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റം ടോട്ടലി തന്നിട്ടുള്ളത് ഇപ്പോൾ ഇൻഡെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടലി നമുക്ക് എൻട്രി ടു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണ്, ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് എൻറ്റർ ആയിട്ടുള്ളത് അല്ലേ. ഇവിടെ ടോട്ടലി നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു 82 പോയിന്റ്സ് ആണ്. മനസ്സിലാവും. ഈ ഒരു 82 പോയിന്റ്സിൽ നമ്മൾ ബൈ ആൻഡ് സെല്ല് നോക്കുകയാണെങ്കിൽ ഏകദേശം 194 എൻട്രി എടുത്തിട്ട് 243 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എക്സിറ്റ് ചെയ്തത്. ഒരു ഇൻറ്റർ മണി ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രത്തോളം മൊമെൻറ്റം ഇവിടെ കിട്ടാൻ പറ്റിയിട്ടുള്ളതും. അതുപോലെ അവിടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തു. സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് നോക്കിയറിയാം, ഞാൻ ഈ കറൻലി ഈ ഡേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് എൻട്രി എടുത്തിട്ടുള്ളത്. അതിന് ബിലോ ആണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. 10 പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ് ആണ് നമ്മളിവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം പ്രോപ്പർലി നമ്മൾ പൊസിഷൻ സൈസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ എന്ത്, ഈ ഒരു പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് നമുക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടാം. അപ്പോൾ ഇത് ഒരു പ്രോപ്പറായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ എന്തുണ്ടാവുള്ളൂ, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ക്യാപിറ്റലാണെങ്കിലും മന്ത് എൻഡിലേക്ക് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന റിസ്ക് റിവാർഡ്, അല്ലെങ്കിൽ ഈ പറയുന്ന പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതെപ്പോഴും എല്ലാവരും മാക്സിമം ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് എടുത്തു പറയേണ്ട കാര്യം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രീമിയത്തിലേക്ക് തിരിച്ചു വരാം. പ്രീമിയത്തിൻ്റെ കേസിൽ ഈ പറയുന്ന 183 ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുള്ളത്. അത് കറൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. നോർമലി എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മളിവിടെ എൻട്രി എടുക്കുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിലാണെങ്കിൽ ഈ പറയുന്ന നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഇത്രയും സ്റ്റോപ്പ് ലോസ്, ഈ ഒരു 29 പോയിന്റ്സ് നിങ്ങൾക്ക് ഇൻഡെക്സിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്തൊരു മിസ്റ്റേക്ക് ഈ പറയുന്നത് പ്രീമിയത്തിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. സോ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. കറൻ്റ്ലി പ്രീമിയത്തിലും വാല്യൂവിലുള്ള ചേഞ്ചസ്, ഇപ്പോൾ ഡെൽറ്റയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വെച്ചിട്ടായിരിക്കും പ്രീമിയം മൂവ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഒരു എല്ലാ പ്രീമിയത്തിലും ഡെൽറ്റ വാല്യൂ വ്യത്യാസം ഉണ്ടാവും, മൊമെൻറ്റം വ്യത്യാസം ഉണ്ടാവും. സോ അവിടെയും സ്വിങ്സ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ലോയിലേക്ക് വരുന്ന സമയത്ത് 29 വരുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള പ്രീമിയത്തിൽ എന്താ, എനിക്ക് ഏകദേശം 10 പോയിന്റ്സ് അല്ലെങ്കിൽ 11 പോയിന്റ്സ് ആണ് എനിക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വരികയാണെങ്കിൽ ഏകദേശം ഇതാണ് നമ്മൾ എൻട്രി പോയിന്റ്. ഏകദേശം ഒരു 13 പോയിന്റ്സ് ആണ് എനിക്ക് സ്റ്റോപ്പ് ലോസ് വരിക. സോ നമ്മൾ എടുത്തിട്ടുള്ള എൻട്രി 194 കൊണ്ടിട്ട് നമുക്ക് എന്താ, പിന്നെ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനും അതേപോലെ കുറച്ചും കൂടി കൂടുതൽ കിട്ടാനും. സോ എല്ലാ ദിവസവും അല്ല, ഡിപ്പെൻസ്. നമ്മളൊരു 10 പേര് ഒരുമിച്ച് ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 10 പേർക്ക് ഉണ്ടാകുന്ന എൻട്രി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എല്ലാം ചേഞ്ചസ്, എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം. ഒരിക്കലും ഞാൻ നിങ്ങൾ പ്രോഫിറ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യരുത്. ഇങ്ങനെ ഈ ഒരു റിസ്ക് റിവാർഡിനെ മാക്സിമം സ്കെയിൽ ചെയ്യാൻ വേണ്ടി പഠിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഏകദേശം പോയിട്ടുള്ളത് എത്രയാണ്, 1:6 വരെ പോയിട്ടുണ്ട്. സോ നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് അവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, ഈ ട്രേഡിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മളവിടെ 1:3.7 1:4 നമ്മളവിടെ എന്തായിട്ടുണ്ട്, എക്സിറ്റ് ആയിട്ടുണ്ട്, ട്രെയിൽ ചെയ്തിട്ടാ. അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കട്ടെ. ഇതേപോലെ ഇത്രയും കിട്ടിയല്ലോ, ഇനി നാളെയും എനിക്കിത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാമെന്നുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം കേട്ടോ. കാരണം എക്സ്പെക്റ്റേഷൻസ് ആണ് കൂടുതലും ഓപ്ഷനിൽ നിങ്ങളെ ഇന്നൊരു ട്രേഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ ട്രേഡിൽ ഉണ്ടായിട്ടുള്ള മൊമെൻറ്റം അല്ലെങ്കിൽ ഈ ട്രേഡിൽ ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നാളെ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇന്ന് കഴിഞ്ഞു, നെക്സ്റ്റ് ഡേ എന്താണോ അത് വർക്കൗട്ട് ചെയ്യുക. ഒരു സിസ്റ്റത്തിനെ മാത്രം നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഗൈസ്, എല്ലാവർക്കും നമ്മളുടെ ഒരു ബ്രേക്ക് ഡൗൺ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സെറ്റപ്പിലേക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ഓൺ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ എന്തായാലും കമന്റിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മൈ വിജയ് സൈനിങ്.